ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴയത്ത് വരുന്ന മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വൈജയന്തി പുതിയൊരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നിരിക്കുകയാണ്, സുമിത്ര എന്ന പേരുള്ള. അപ്പോൾ അവരുടെ വീടെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്, അടുക്കള കാണിച്ചു കൊടുക്കുന്നു, പിന്നെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അമ്മയാണ് നല്ല രീതിയിൽ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നത് ആരാണോ ചോദിക്കുന്നത്, ഞാൻ പുതുതായിട്ട് വെച്ച ഹോം നേഴ്സാണെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ കളിയാക്കി പറയണു, നീ വെച്ചതാണല്ലേ, അപ്പോൾ എത്രയാണ് ശമ്പളം എന്നൊക്കെ ചോദിക്കുകയാണ്. അത് 20,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും സുമിത്ര നോക്കിക്കോളൂ എന്നൊക്കെ വൈജയന്തി പറയണു. അങ്ങനെ ആവട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നാൽ താഴോട്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കണം. പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ഒരുമാതിരി കളിയാക്കി വൈജയന്തി വിടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വൈജയന്തി സുമിത്രയുടെ താഴോട്ട് വരികയാണ്. അപ്പോൾ സുമിത്ര പറയുകയാണ്, ചേച്ചി എനിക്ക് നല്ല വിശക്കുന്നു, എന്തായാലും താഴെന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് സുമിത്ര ഡൈനിങ്ങിലെ ചെയർ വലിച്ചിട്ട് അവിടെയോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നീ എന്താണ് സുമിത്ര കാണുന്നത്, നിനക്ക് അടുക്കള ഇരുന്നുള്ളൂ. ഞാൻ എന്തിനാണ് അടുക്കള ഇരിക്കുന്നത്, ഞാൻ ഹോം നേഴ്സ് അല്ലേ. ചില വീടുകളിലൊക്കെ ഇങ്ങനെ പെരുമാറുന്നുണ്ട്, ഞാൻ അതിനൊന്നും ഒത്താശ വെച്ച് കൊടുക്കാറില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്നൊക്കെ സുമിത്ര പറയുകയാണ്. പക്ഷേ വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇനി ഭക്ഷണം എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നത്, ഞാനോ, നിനക്ക് ഭക്ഷണമോ, നീ ചെന്ന് എടുത്ത് കഴിക്കുമെന്ന് പറയുകയാണ്. ഞാൻ അടുക്കളയിൽ കയറത്തില്ല എന്ന് സുമിത്ര പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വൈജയന്തി അലീനെ വിളിക്കണത്, ഇവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ അലീനെ പുട്ടും മുട്ടക്കറിയും പഴം അവിച്ചും എല്ലാം കൂടി കൊണ്ട് കൊടുക്കുകയാണ്. അവർ ആഹാരം കണ്ടിട്ടില്ലാത്ത രീതിയിൽ സുമിത്ര ഒരു കുറ്റി പുട്ടും 2 മുട്ട ഒഴിച്ചുള്ള മുട്ടക്കറിയും പിന്നെ ഏത്തപ്പഴം എല്ലാം കൂടി വാരി വലിച്ച് തിന്നുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ചിരി വരികയാണ്. അപ്പോൾ വൈജയന്തി വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇത് എന്ത് തീറ്റിപ്പണ്ടാരം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ സുമിത്ര ചോദിക്കുകയാണ്, ചേച്ചി എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലാരും ചോദിക്കുകയാണ്. അതെ, നിനക്ക് ഫിക്സഡ് സാലറി ആണല്ലോ 20,000 രൂപ, 10,000 രൂപ ഞാൻ അവിടെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ ഞാൻ അടുക്കളയിലൊന്നും കയറത്തില്ല, എനിക്ക് കൃത്യമായിട്ട് ഫുഡ് 3 നേരം കിട്ടണം, പിന്നെ എനിക്ക് മാസത്തിൽ 4 ലീവും വേണം, പിന്നെ എനിക്ക് 2 നേരം ഫുൾ ടൈം ടി വിയും കാണണം, അതായത് ഉച്ചയ്ക്ക് 2:30 തൊട്ട് 5 മണി വരെ, അതിനുശേഷം 6 മണി തൊട്ട് 10 മണി വരെ എനിക്ക് സീരിയലുകളെല്ലാം കാണാം, അതെനിക്ക് മസ്റ്റാണെന്നുള്ള രീതിയിൽ സുമിത്ര പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അലീനയ്ക്കും ചിരി വന്നാൽ സഹിക്കാൻ വയ്യാതെ അലീന അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മുകളിൽ നിന്ന് ബാലചന്ദ്രൻ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ബാലചന്ദ്രൻ പതുക്കെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ബാലചന്ദ്രനെ കാണുന്നത് സുമിത്ര ചാടി എണീക്കണം. കുഴപ്പമില്ല, ഇരുന്ന് കഴിച്ചോളൂ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റാണ് സാറാന്നൊക്കെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബാഗൊക്കെ ആരുടെയും ചോദിക്കുകയാണ്. അവിടെ ബാഗും എല്ലാം ഒക്കെ അവിടെ വെച്ചാൽ അത് എൻ്റെയാണ് സാറേ, ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റാം, അത് കുഴപ്പമില്ല, ആദ്യം ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുമിത്ര ഭക്ഷണമെല്ലാം കഴിച്ച് കൈ കഴുകിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സുമിത്ര, നിനക്ക് എത്രയാണ് ശമ്പളം മാഡം പറഞ്ഞിരിക്കുന്നത്? അത് 20,000 രൂപയാണ് സാറേ. നീ ഇവിടെ എന്തൊക്കെ ജോലി ചെയ്യും? അടുക്കളയിൽ കുക്കിംഗ് എല്ലാം ചെയ്യുമെന്ന് ചോദിക്കും. അയ്യോ, അതൊന്നും ഞാൻ ചെയ്യത്തില്ല സാറേ. പിന്നെ എന്താ, തറ തൂത്തുവാരി തുടച്ച് അത് ചെയ്യുമെന്ന് ചോദിക്കണം. അയ്യോ അല്ല സാർ, ഞാൻ അതും ചെയ്യത്തില്ല, ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലി മാത്രമേ ചെയ്യൂ, അതായത് രോഗി പരിചരണം മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നീ വേറെ ഒന്നും ചെയ്യത്തില്ലെന്നാണോ പറയുന്നത്? അതെ, ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല സാറേ എന്ന് സുമിത്ര പറയുകയാണ്. ഈ നിൽക്കുന്ന കുട്ടി കണ്ടോ, അലീന, അവൾക്ക് മാസം 15,000 രൂപയാണ് ശമ്പളം ഉള്ളത്. അവൾ ഈ വീട്ടിലെ കുക്കിംഗ് എല്ലാം ചെയ്യും, തൂത്തുവാരി തുടയ്ക്കും, പിന്നെ സകല ജോലിയും ചെയ്യും. അവളുടെ അമ്മയെ നോക്കും, എന്നെ കെയർ ചെയ്യാറുണ്ട്, പിന്നെ എല്ലാവരുടെ തുണികൾ നനച്ച് തേച്ച് എല്ലാം ഭംഗിയായിട്ട് അവരവരുടെ ഷെൽഫിലും വെക്കാറുണ്ട്. ഇത്രയും ജോലി ചെയ്തിട്ട് അവൾക്ക് കിട്ടുന്നത് വെറും 15,000 രൂപയാണ്. അപ്പോൾ ഇവിടെ അലീനയുടെ സേവനം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രോഹിത്തും ഭവിതയും അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ രോഹിത്തിനോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നിനക്ക് അലീനയുടെ സേവനം ആവശ്യമാണോ? ആവശ്യമാണെങ്കിൽ ഇപ്പം പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി കണ്ണ് കാണിക്കും വേണ്ട എന്നുള്ള രീതിയിൽ, അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ രോഹിത് പറയുകയാണ്, എനിക്ക് ആവശ്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ ബബിതയുടെ കൂടെയും ചോദിക്കുക. അപ്പോൾ ബബിതയും പറയുകയാണ്, എനിക്ക് ആവശ്യമാണെന്ന് പറയുകയാണ്. കൃഷ്ണജമോളുടെ കാര്യം എനിക്കറിയാം, അവൾക്ക് അലീനെ ഇഷ്ടമാണ്, അവൾക്ക് എൻ്റെ സേവനം ഇഷ്ടമാണ്. അപ്പോൾ ഈ വീട്ടിൽ വൈജയന്തിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അലീനയുടെ സേവനം ആവശ്യമാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ആവശ്യമില്ലെന്ന് പറയുകയാണ്. ഓക്കെ, നിൻ്റെ അമ്മയെ ആവശ്യമില്ല, നിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് നീ നിൻ്റെ തറവാട്ടിലൊക്കെ വെക്കുകയുള്ളൂ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആർക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ നിനക്ക് വൈജയന്തിയുടെ സേവനം ആവശ്യമില്ലെന്നാണോ പറയുന്നത്?
അപ്പോൾ വൈജയന്തി അറുത്ത് മുറിച്ച് പറയുകയാണ്, എനിക്ക് ആരുടെ സേവനം ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അലീനയുടെ ബാലചന്ദ്രൻ പറയുകയാണ്, ഇന്ന് നീ കുക്ക് ചെയ്യുന്നതിൽ ഒന്നും വൈജയന്തിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറയണം. അപ്പോൾ വൈജയന്തി അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. എനിക്ക് ആരും ഉണ്ടാക്കി തരണ്ട, എനിക്ക് 2 കൈകളുണ്ട്, എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ അറിയാമെന്നും വൈജയന്തി പറയുകയാണ്. ഈ വീട്ടിൽ എനിക്കൊരു അധികാരം ഇല്ലെന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഒരു അധികാരം ഈ വീട്ടിൽ ഞാൻ തന്നിട്ടില്ല, കുറച്ച് ദിവസം മുമ്പ് ഞാൻ അധികാരങ്ങളെല്ലാം എടുത്ത് മാറ്റിയെന്ന് ബാലചന്ദ്രൻ അറുത്ത് മുറിച്ച് പറയുകയാണ്. ഇതെല്ലാം കേട്ട് സുമിത്ര വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പഴയ ബാലചന്ദ്രനല്ല ഈ നിൽക്കുന്നത്, ഒരു പുതിയ ബാലചന്ദ്രനാണ്. എല്ലാവരും നോക്കിയും കണ്ട് ജീവിച്ചോളാനായിട്ട് ഒരു താക്കീതും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ നേരെ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ വൈജയന്തി വളരെയധികം ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ മുകളിലെ റൂമിലിരുന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. താഴെ അലീനയെ വിളിക്കുകയാണ്. അപ്പോൾ ആ സമയം കയറി ചെല്ലുന്ന വൈജയന്തിയാണ്. എന്തിനാണ് ബെല്ലടിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ അത് പറയാനുള്ളതായിട്ട് പറഞ്ഞോളൂ, നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല എന്ന് പറയുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത്? ഞാനല്ലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തരേണ്ടത്, എന്തിനാണ് അലീനയെ വിളിക്കുന്നത്, അവൾ ആരാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എനിക്ക് നിന്നോട് തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ബാലചന്ദ്രൻ ബെല്ല് അടിക്കുകയാണ്. 2-3 പ്രാവശ്യം വീണ്ടും അടിച്ചു. അപ്പോൾ ആ സമയം അലീന അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. സാർ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കുക്കുംബർ സലാഡ് ഉണ്ടാക്കി കൊണ്ടുവരുമോ എന്ന് പറയുകയാണ്. ഇത് എന്നോട് പറഞ്ഞുകൂടിയിരുന്ന ബാലചന്ദ്രനെ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നല്ലോ, എല്ലാം അലീന തന്നെ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താണെന്ന് ചോദിക്കുകയാണ്. അലീന, നീ കുക്കുംബർ സലാഡ് ഉണ്ടാക്കണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. നീ എനിക്കൊരു പുല്ല് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട, നീ കുക്കുംബർ സലാഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ പാത്രം എടുത്ത് ഞാൻ നിൻ്റെ മോൻ തടിച്ച് പരത്തുമെന്ന് വളരെയധികം ദേഷ്യത്തിൽ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വളരെ ഷോക്കായിട്ട് വൈജയന്തി നിൽക്കുകയാണ്. കാരണം ഒരു ഭാര്യയായ തന്നെ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നത്, താൻ എന്ത് കുറ്റമാണ് ചെയ്തത്, അറിഞ്ഞുകൊണ്ട് താൻ ഒരു ദ്രോഹവും ചെയ്തില്ല എന്നുള്ള രീതിയിൽ വൈജയന്തി നിൽക്കുകയാണ്. അപ്പോൾ വളരെയധികം സങ്കടപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് വൈജയന്തി കടന്നു പോകുന്നത്. കാരണം വൈജയന്തി ഒരിക്കലും അറിയുന്നില്ല തൻ്റെ കഴിഞ്ഞകാല ജീവിത കഥകളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ വേറെന്തോ കാരണങ്ങൾ കൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചിന്തയിലാണ് വൈജയന്തി ഇരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്